ഷാജി, നേരത്തെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഉള്ള കാര്യങ്ങൾ നടക്കില്ല, അതിലും വൈകും സംസ്കാരം അടക്കം എന്നതിൻ്റെ സൂചന നൽകി. കാരണം ഇത്രയധികം പേരുണ്ട്, ഇവരെയൊക്കെ VS കാണിക്കാതെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരം നൽകാതെ കൊണ്ടുപോകില്ല ചുടുകാട്ടിലേക്ക് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കുറെ കൂടി വൈകും എന്ന് തന്നെയാണ് അല്ലേ? ഇനിയിപ്പോൾ നേരെ പുറക്കാട് പിന്നിട്ടു, ഇനി അടുത്തത് വീട്ടിലേക്കാണ്. ഷാജി, തീർച്ചയായിട്ടും അജിംഷാദ്, ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര. ഈ 10 കിലോമീറ്ററിനുള്ളിൽ VSൻ്റെ ഭൗതിക ശരീരം, ജീവനില്ലാത്ത അദ്ദേഹത്തിൻ്റെ ചേതനറ്റ ശരീരം അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള പുന്നപ്രയിൽ അദ്ദേഹത്തിൻ്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തും. നമുക്കറിയാം, ഓരോ വർഷവും പുന്നപ്ര വയലാർ സമര സേനാനി കൂടിയായിട്ടുള്ള VS അച്യുതാനന്ദൻ ഓരോ സമരത്തിൻ്റെ വാർഷികാഘോഷ വേളയിലും പുന്നപ്രയിൽ എത്തുമായിരുന്നു. അദ്ദേഹം പുന്നപ്രയിലെ ജനങ്ങളെ കാണുമായിരുന്നു. ഓണത്തിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തും. ഉച്ചയൂണ് എപ്പോഴും വീട്ടിലായിരിക്കും. അതിനുശേഷം നമുക്ക് ഒരു നാട്ടുംപുറത്തുകാരൻ സുഹൃത്തുക്കളുമായിട്ടിരുന്ന് കുശലം പറയുന്നത് പോലെയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം നാട്ടുകാരുമായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പം അത് പങ്കുവെക്കുന്നത് എങ്ങനെയാണ്, അതായിരുന്നു VS. കാര്യം യാതൊരുവിധ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ ഒന്നും യാതൊരു പ്രൗഢിയും കാണിക്കാതെ ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം പുന്നപ്രയിലെത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ കർക്കശക്കാരനായിരുന്നു. അതൊക്കെ തന്നെ നമുക്കറിയാവുന്നത്. പക്ഷേ VS എന്ന പുന്നപ്രക്കാരൻ, VS എന്ന കയർ തൊഴിലാളി, VS എന്ന കർഷക തൊഴിലാളി നേതാവ്, അതോടൊപ്പം തന്നെ VS എന്ന മത്സ്യത്തൊഴിലാളി നേതാവ്, ഈ മേഖലകളിലൊക്കെ തന്നെ താൻ ആരാണ്, താൻ എങ്ങനെയാണ് ഈ മേഖലകളിലുള്ളവരെ സംഘടിപ്പിക്കുന്നത് എന്നൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ജനങ്ങളെ കാണിച്ചു കൊടുത്തു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഇദ്ദേഹം ഒരു മാതൃകയായിരുന്നു. അത് പല നേതാക്കളും കഴിഞ്ഞ ഈ മണിക്കൂറുകളൊക്കെ തന്നെ അത് അനുസ്മരിക്കേണ്ടത്. പക്ഷേ അത്ര വലിയൊരു നേതാവായിരുന്നു VS. ആ ഒരു തിരിച്ചറിവാണ് നമുക്കിപ്പോൾ അറിയാം. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച വിലാപയാത്ര ഈ സമയമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്ന് തന്നെ ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോ പോയിന്റും കഴിഞ്ഞ് വരുമ്പോഴും ഒട്ടനവധി ആളുകൾ കൂടുതലായിട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും നിൽക്കേണ്ട, എല്ലാവരും ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിലാണ് പ്രധാനമായിട്ടും എല്ലാ ജനങ്ങൾക്കും പൊതുദർശനം അനുവദിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് പോലും വലിയൊരു ജനക്കൂട്ടം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് VSനെ കാണാനുള്ള അവരുടെ ആഗ്രഹവും. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഇതിൽ ഓരോ വ്യക്തികളും അദ്ദേഹത്തെ നേരിട്ടറിയാവുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. തീർച്ചയായും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പുന്നപ്രയിലെ വീട്ടിലുണ്ട്, പുന്നപ്രയിലെ VSൻ്റെ വീട്ടിലുണ്ട്. അവിടേക്കാണ് ഷാജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ കിലോമീറ്ററിൻ്റെ കണക്ക് വെച്ച് നമുക്ക് സമയം നിശ്ചയിക്കാനാകില്ല. കാരണം അത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്ര കാണിച്ചു തന്നതാണ്. ഓരോ ഇഞ്ചുകളും കടക്കാനായി മണിക്കൂറുകൾ എടുക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടു, എന്നിട്ടും ആലപ്പുഴയിലെ വീട്ടിലേക്ക് പോലും എത്താനായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞത് പുറക്കാടാണ്, അടുത്തത് പുറക്കാടേക്കാണ് പോകുന്നത് വിലാപയാത്ര. ജനങ്ങൾ ഇരുകരയിലും ആവേശത്തോടെ ഉണ്ട്, കൂടെ ഓടുന്നവരുണ്ട്. ആ വിലാപയാത്രയ്ക്കൊപ്പം VSന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് കൂടെ ഓടുന്നവരുണ്ട്. അങ്ങനെ കണ്ണീരിൽ കുതിർന്ന് ഹൃദയരക്തത്തിലാണ് അദ്ദേഹം നൽകിയ ആശയം ഉള്ളിലേറ്റിയാണ് ഈ ജനങ്ങളൊക്കെയും പ്രതിഫലിക്കുന്നത്, അദ്ദേഹം അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത്. ആ രാഷ്ട്രീയ കരുത്ത് ഇപ്പോൾ നമ്മൾ മറുപകുതിയിൽ കാണുന്നത് പുന്നപ്രയിലെ VSൻ്റെ വീടാണ്. ഈ VSനെ കാത്തിരിക്കുകയാണ് അന്ത്യ ഉപചാരം അർപ്പിക്കാനായി. അതിൽ എം.വി. ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്. മന്ത്രി സജി ചെറിയാനുണ്ട്, AM ആരിഫുണ്ട്, അടക്കം ഉള്ളവരൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി P. പ്രസാദ് ഒക്കെ ഉണ്ട്, അവിടെ കാണാം. അവിടെ ഒപ്പം ഈ നേതൃത്വത്തോടൊപ്പം തന്നെ സാധാരണക്കാർ, അയൽവാസികളൊക്കെ അവിടെ എത്തുന്നു. ഇന്നലെ രാത്രിയിൽ മുതൽ നമ്മളത് കണ്ടതാണ്, കേട്ടതാണ്. ഷാജി, തീർച്ചയായിട്ടും അജിംഷാദ്, ഇന്നലെ രാത്രിയിൽ വലിയൊരു ജനക്കൂട്ടത്തെയാണ് നമുക്ക് VSൻ്റെ വീട്ടിൽ കാണാൻ സാധിച്ചത്. ഏതാണ്ട് പുലർച്ചെ 2 മണിക്കുള്ളിലെങ്കിലും VSൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പൊതുവെ പുന്നപ്രക്കാർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ തന്നെ തെറ്റിച്ചു. പുലരും വരെ അവർ അവിടെ ഉറക്കമളച്ച് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള വേണിച്ചേട്ടൻ നമ്മളൊപ്പം ചേരുന്നു. വേണിച്ചേട്ടൻ, എങ്ങനെയാണ് VSൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്?
ഏറ്റവും നല്ല നിലയിൽ സഹാക്കൾക്കൊരു നിങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതായത് അദ്ദേഹം അവിടെ MLA ആയിരുന്ന സമയത്തും അതിനു മുമ്പും ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. കർഷക തൊഴിലാളികളെയൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതിൽ VS വഹിച്ച പങ്കൊക്കെ ചേർന്ന് നന്നായിട്ട് അറിയാം. ആ സമയത്ത് എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് പൊതുവെ ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തെ സ്ഥാനം പിടിച്ച നേതാവ് തന്നെയാണ്. അവരൊക്കെ ഒരു പ്രത്യേകമായിട്ട് ഉണർവും ഉന്മേഷവും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നേതാവാണ്. പുതിയ തലമുറയ്ക്ക് വരെ വളരെ ഊർജ്ജം പകർന്നൊരു നേതാവായിരുന്നു. തീർച്ചയായിട്ടും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. VSനെയൊക്കെ എങ്ങനെ നിങ്ങൾ സാധാരണക്കാരായ രാഷ്ട്രീയ VS ഒരു വികാരമാണ്. ആലപ്പുഴയുടെ വികാരം എന്ന നിലയിലാണ് നമ്മൾ കണ്ടിരുന്നത്, ആലപ്പുഴയുടെ സ്വന്തം എന്ന നിലയിൽ. പക്ഷേ കേരളം ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് തീർച്ചയായിട്ടും ബോധ്യപ്പെടുന്നത്. ജീവിച്ചിരിക്കുന്നവർക്കും വരാൻ പോകുന്ന തലമുറയ്ക്കുമൊക്കെ വലിയ ആവേശം പകരുന്ന കാഴ്ചയാണ് കണ്ടത്. പുതുതലമുറയുടെ ഒരാവേശം VS പുതുതലമുറയെ എന്തോരം സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും VS ഇല്ലെങ്കിലും VSൻ്റെ കാഴ്ചപ്പാടുകൾ നടപ്പാക്കാൻ പുതിയ തലമുറ തയ്യാറാകുമെന്നുള്ള ആശാവഹമായിട്ടുള്ള ഒരു നിലപാടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. VS ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കപ്പെടാൻ പുതിയ തലമുറ ഇടപെടും എന്ന് ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് തന്നെയാണ് ഓരോ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ മനുഷ്യരും, വ്യക്തികളും, നേതാക്കളും, രാഷ്ട്രീയ പ്രവർത്തകരും, അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഒരു വികാരങ്ങളാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരാളെ നഷ്ടപ്പെട്ടൊരു വേദനയോടുകൂടിയാണ് പലരും ഇവിടെ വന്ന് നിൽക്കുന്നത്. അതാണ് VS എന്നുള്ള വ്യക്തി ജനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഈ കഴിഞ്ഞ ഏതാണ്ട് 10-15 മണിക്കൂറിലധികമായിട്ട് തിരുവനന്തപുരത്ത് നിന്നും തിരിച്ച ഈ വിലാപയാത്ര ഇനിയും ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാര്യം ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ആ ഒരു അകമഴിഞ്ഞ സ്നേഹം അത് അത്രത്തോളം ഉണ്ട്. അദ്ദേഹത്തിനെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ റോഡിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ടാണ് കാണാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിലാപയാത്രയ്ക്ക് കൃത്യസമയത്ത് തന്നെ പല പോയിന്റുകളിലും എത്താൻ സാധിച്ചില്ല. അതാണ് ഇത്രത്തോളം വൈകുന്നത്. എന്തായാലും ഇനി ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലെ പൊതുദർശനവും അതോടൊപ്പം തന്നെ DC-യിലെ പൊതുദർശനവും 2 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കിയ ശേഷം പോലീസ് ഗ്രൗണ്ടിലേക്ക് പൊതുദർശനം മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശമൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരിക്കും ഇനി ഇവിടെ വന്നതിന് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ.